കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. ഞാനിതാ ഒരു മീറ്റപ്പിന് വേണ്ടി റെഡി ആയിക്കാട്ടോ. പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യാരറ്റ് ഈത്തപ്പഴം കേക്കാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷാ അല്ലാ ഉടനെ തന്നെ റെസിപ്പി ചെയ്യുന്നുണ്ട്. കുറേ പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഈ മീറ്റപ്പ് എവിടെയെന്ന് വെച്ചാൽ അടക്കാക്കുണ്ട് പറഞ്ഞ സ്ഥലത്താട്ടോ. കാളികാവ് അടക്കാക്കുണ്ട് ഹിമ പറഞ്ഞിട്ടുള്ളൊരു വൃദ്ധസദനുണ്ട്. അവിടെ വെച്ചിട്ടാണ് പരിപാടി. അവിടെ ഒരു നേരത്തെ ഫുഡ് അവർക്കൊക്കെ കൊടുക്കുക. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി അവരുടെ കൂടെയൊക്കെ കുറച്ച് നേരം സംസാരവും പാട്ടും എല്ലാം ആയിട്ട് തിരിച്ചു പോരുക. അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഈ കേക്ക് റെഡിയാക്കിയിട്ടുള്ളത്. 160 പീസായിട്ടും കേക്ക് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സന്തോഷം, എല്ലാവരും കഴിച്ച് അവർക്കൊക്കെ നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ 7:30 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട് ഹഫ്സയും കൂടിയായിട്ട് പോയിട്ടുള്ളത്. ഞങ്ങൾ വളാഞ്ചേരി വരെ ബസ്സിന് പോയിട്ട് പിന്നെ അവിടുന്ന് അൻവർ ഷാനു അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെയാണ് പിന്നെ ഞങ്ങൾ വൃദ്ധസദനത്തിലേക്ക് പോയിട്ടുള്ളത്. അവരുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര നല്ല സുഖമായിരുന്നു കേട്ടോ. വരുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഈ ഒരു പറഞ്ഞ സ്ഥലത്തേക്ക്. അപ്പോൾ അൻവർ ഷാനൊക്കെ വീട്ടിൽ കൊടുന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ ഉപകാരമായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ വളാഞ്ചേരി എത്തിയിട്ട് അൻവർ ഷാനുവിൻ്റെ ഒക്കെ കൂടെ കൂടിയിട്ടുണ്ട്. ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു സ്ഥലം കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പരിപാടികളുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വെള്ളം കുടിക്കാൻ വന്നതാ. ഞങ്ങൾ വെള്ളം കുടിക്കാൻ ഷാനുവിന്റെ കൂടെ വന്നത് അവരണ്ടുപേരും ഇല്ലാത്ത കാലത്താലാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് ചെയ്തുകൊണ്ട് വീഡിയോസോ ഫോട്ടോസോ അതല്ലെങ്കിൽ അവരുമായിട്ടുള്ള അഭിമുഖമോ സംഭാഷണം ഒന്നും നിങ്ങൾ എടുക്കാനോ അത് പോസ്റ്റ് ചെയ്യാനോ നിങ്ങൾ മുതിർന്ന് നിൽക്കരുത്. അത് ചെറിയ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിക്കുക. ഒറ്റപ്പെട്ടു പോകുന്ന ജീവിതങ്ങളുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലൂടെ. നമുക്കറിയാം നമ്മുടെ നാടുകളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ, നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ നമ്മൾ പരതി നോക്കുകയാണെങ്കിൽ ആരാരും തിരിഞ്ഞു നോക്കാതെ കണ്ണീരും കഥനവുമായി കൊണ്ട് കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട്. സംരക്ഷിക്കാനോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹകരണങ്ങളോ പരിചരണങ്ങളോ നൽകാതെ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച ആളാണ് കേട്ടോ അത്. ഇവളെ കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടിയിട്ടൊന്നുമില്ല. ഇവളുടെ ചാനലിൻ്റെ പേര് KL മലപ്പുറം എന്നാണ് കേട്ടോ. ഞാൻ ഈ ലിങ്ക് താഴെ കൊടുക്കാം. കുറേ ദിവസമായിട്ട് ഇതിൻ്റെ പിന്നിലാണ്, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനൊരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട്. ആളെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഹലോ 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 ഒന്നിട്ട് വാ. ആരാന്നിട്ട് വിചാരം എന്താണ് വിശേഷം? എന്റെ പേര് അറിയോ? നമ്മളിവിടെ എല്ലാവർക്കൊക്കെ ജാസിന്റെ ഭാഗമായി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ്. അപ്പോ ചെറിയൊരു ഗ്രൂപ്പിന്റെ മെയിൻ സിംഗറാണ് അൻവർ ഷാൻ. പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. അപ്പോ ഷാനും
നമുക്കും എല്ലാവർക്കും വേണ്ടി ഇവിടെ നല്ല മധുരസുന്ദരമായിട്ടുള്ള ഒരു ഗാനം ആലപിക്കും. അതിനുവേണ്ടി ഹൃദയമായി സ്വാഗതം ചെയ്യാം അൻവർ ഷാ. ജാസ് ഇന്നലെ സുബൈക്ക് 4 മണിക്ക് എണീറ്റതാണ്, ഇതുവരെ ഉറങ്ങിയിട്ടില്ല. എന്നാലും ഈ കേക്ക് തരുമോ അറിയില്ല കേട്ടോ. അങ്ങനെയാണ്. ഏതായാലും വളരെ സന്തോഷം ഈ ഒരു പരിപാടിക്ക്, ഇത്രയും മഹത്തായിട്ടുള്ള പരിപാടിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ട് പഠിച്ചവൻ എല്ലാവിധ ദീർഘായുസ്സും ആരോഗ്യത്തും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കൂടുതൽ സ്നേഹമുള്ള ഒരു മോനാണോ? അല്ല, ചിലര് അഭിനയം മാത്രമുള്ള ഉണ്ടാവേ. അല്ലല്ല, നമ്മള് അഭിനയം നമ്മളെ ജീവിതത്തിൽ ഇല്ലാത്ത അനുഭവങ്ങളൊന്നും ഫിലിം ചെയ്യാറില്ല. നമുക്കില്ലാത്ത അങ്ങനെ ഇല്ലാത്തൊരു സ്വഭാവം. അല്ല, ചിലര് ജീവിതം വേറൊന്നും അഭിനയം വേറൊന്നാകുകയെ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതിനൊന്നും ആവശ്യമില്ല. നല്ല ഫീലിംഗ്, നല്ല ഇതുള്ള. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഇവിടെ ചിക്കൻ ബിരിയാണി കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവർ മാത്രമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. പിന്നെ രോഗികൾക്കൊക്കെ കുറേ നേരം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, അവർ റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. അപ്പോൾ അതുവരെ ഫുഡ് കഴിക്കുന്നവരെ അവരുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഒരു മീറ്റപ്പ് പോലെയാണ് നടന്നിട്ടുള്ളത്. ഈ ഒരു വൃദ്ധസദനത്തിൻ്റെ പ്രത്യേകത തോന്നിയത് നല്ല വൃത്തിയാട്ടോ. അവിടെ അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അവരെ നോക്കാനൊക്കെ നല്ല ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡേക്ക് പോയിട്ടാ വർത്താനം പറയാൻ പറ്റില്ല. തന്നെ വീഡിയോ എടുക്കും, അല്ലാതെ ഇങ്ങോട്ട് പോരിനോ പറഞ്ഞോ, പറയടാ. സുഖല്ല, എനിക്ക് ചോറുന്നില്ലേ?
അത് അങ്ങനെ പറയുമ്പോ ഇല്ലാത്ത മാതിരി അപ്പൊ കഴിച്ച എല്ലാവരും വേദിയിലേക്ക് വന്നിരിക്കുക. ആ മലപ്പുറം തമറും അതേപോലെ ബുള്ളറ്റ് മാനോ സംയമനം പറയുക ഒരടിയിൽ വന്നിരിക്കുക. ആസ്കാരികളും കൂടെ പെണ്ണുങ്ങളുണ്ട് കുറച്ച് ബാക്കിക്കുന്നുണ്ട്. അത് ഫസ്റ്റ് നമ്മളെ അൻവർ ഷാമിന്റെ ഒരു ഗാനാലാപനത്തോടു കൂടി തുടങ്ങാം കേട്ടോ. ഒരു ഐശ്വര്യം ആയിക്കോട്ടെ. പറയാം Allah alimu kulli bi shay'i ana amadu batti wahi ana alimu ni'mallah ana ashkuru ni'mallah എല്ലാം അറിയും നാദ എന്നിൽ ഗുണവും നൽകും നാദ സബവത്തിലും വാഴ്ത്തുന്നേ ഞാൻ നിന്നെ വാഴ്ത്തുന്നേ ശുക്ർ മുരയുന്നേ നിലയില്ലാത്തൊരു കണ്ണീർ വർഷിക്കും സഹായം മൊഴികളായിട്ടുള്ള മുത്തക്കികൾക്കാണ് സ്വർഗത്തിൽ അത്താഴം. എന്റെ പെണ്ണുങ്ങളെ നിൽക്കുന്നുട്ടോ, എന്റെ പെണ്ണുങ്ങളെ നിൽക്കില്ലേ? അപ്പൊ അത് ഏത് ഉപകാരമുള്ളതിനും അതിന്റെ ഒരു 10 മടങ്ങ് ഉപദ്രവം ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവ് തക്കാളി ചോള
പൂവേ നിന്നെ കാണാൻ എന്തോരഴകാണ് നീ, എന്തോരഴകാണ് നീ. വെൽക്കം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് അടിച്ചു പൊളിച്ച് ഞങ്ങൾ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരെ പോയി കാണാനും അവരെ കൂടെ കുറച്ച് സമയം ചിലവിടാനും ഒക്കെ കഴിഞ്ഞതിൽ. പിന്നെ എനിക്കും ഇതിൽ പാട്ട് പാടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരുപാട് കാലത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിനു മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.